എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൽ എയർപോർട്ടിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇൻഡിഗോ എയർലൈൻസിൽ നിന്നും വേക്കൻസി വന്നിരിക്കുകയാണ്. കൊച്ചി, കണ്ണൂർ, തിരുവനന്തപുരം തുടങ്ങിയ എയർപോർട്ടിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. സോ നമുക്ക് വന്നിരിക്കുന്ന വേക്കൻസികൾ നോക്കാം. ധാരാളം പോസ്റ്റുകളുണ്ട്. അതിൽ +2 അതുപോലെ തന്നെ ഡിഗ്രി ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന പോസ്റ്റുകളുണ്ട്. ഇത് ഇൻഡിഗോ എയർലൈൻസിന്റെ ഒഫീഷ്യൽ സൈറ്റാണ്. താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ എയർപോർട്ട് ഓപ്പറേഷൻ ആൻഡ് കസ്റ്റമർ സർവീസ് ജോബ്സിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓഫീസർ AO ആൻഡ് CS കണ്ണൂർ വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്വാളിഫിക്കേഷനും മറ്റുള്ള കാര്യങ്ങളും നോക്കാം. ഇതിലൊക്കെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഒന്നെങ്കിൽ ഡിഗ്രി ഉണ്ടായിരിക്കുക, അത് അല്ലെങ്കിൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസും +2 ഉള്ളവർക്ക് അപേക്ഷിക്കാം, അതല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഒന്നെങ്കിൽ ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കുക, അതല്ലെങ്കിൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസും +2 ഉണ്ടായിരിക്കുക, അതല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കയ്യിൽ ഉണ്ടായിരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിഗ്രി വെച്ച് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കയ്യിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ജോബിൻ്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ എല്ലാവരും കയറി ഒന്ന് നോക്കുക. നമുക്ക് അടുത്ത പോസ്റ്റ് നോക്കാം. അടുത്തത് എക്സിക്യൂട്ടീവ് ആണ്. ടെർമിനൽ സർവീസ് ആണ്. അതും സെയിം ക്വാളിഫിക്കേഷൻ ആണ്. ഒന്നെങ്കിൽ ഡിഗ്രി ഉണ്ടായിരിക്കുക, അതല്ലെങ്കിൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസും +2, അതല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷനും ഇതിൽ കയറി നോക്കുക. അടുത്ത പോസ്റ്റ് നോക്കാം. അടുത്തത് ഓഫീസർ സെക്യൂരിറ്റി പോസ്റ്റ് ആണ്. കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ, ചെന്നൈ, തിരുവനന്തപുരമാണ് ലൊക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ്. ഒന്നെങ്കിൽ ഡിഗ്രി ഉണ്ടായിരിക്കുക, അതല്ലെങ്കിൽ ഒരു വർഷത്തെ എക്സ്പീരിയൻസും +2 ഉണ്ടായിരിക്കുക, അതല്ലെങ്കിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇതിലേക്കുള്ള റെസ്പോൺസിബിലിറ്റിയും ജോബ് ഡിസ്ക്രിപ്ഷനൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ അപ്ലൈ ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് താഴേക്ക് പോകുമ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്ലൈ നൗ എന്ന ഓപ്ഷൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് മുകളിൽ തന്നെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. മുകളിലും അപ്ലൈ നൗ എന്നൊരു ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുവഴി നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത നമുക്ക് ക്യാബിൻ ക്രൂവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. ക്യാബിൻ ക്രൂവിൻ്റെ വേക്കൻസി ഇവിടെ നോക്കാം. ക്യാബിൻ ക്രൂവിൻ്റെ വേക്കൻസി ഉണ്ട്. കൊച്ചിയാണ് ലൊക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ വെച്ചാൽ +2 ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 27 വയസ്സ് വരെയാണ് ക്യാബിൻ ക്രൂവിൻ്റെ. 155 ഹൈറ്റ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതും അപ്ലൈ ചെയ്യാൻ താഴെ അപ്ലൈ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതുവഴി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷിക്കുക. നല്ല അവസരമാണ്. സോ വീഡിയോ ഉപകാരപ്പെട്ടില്ലെങ്കിൽ മറക്കരുത്. അതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാം. ആർമി, നേവി, എയർഫോഴ്സ്, SSC അതുപോലെ എയർപോർട്ട് ജോലി നോക്കുന്ന കൂട്ടാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ ദിസ് വീഡിയോ. വന്ദേ മാതരം.